ഇത് കഴിഞ്ഞ സൺഡേയിലെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഏകദേശം നേരം വൈകിട്ട് തന്നെയാണ് പതിവ് പോലെ എഴുന്നേറ്റപ്പോൾ നല്ല ചോറ് തിന്നാനുള്ള പൂതി തോന്നി. അപ്പോൾ രാവിലെ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും ഉണ്ടാക്കിയില്ല. ജസ്റ്റ് എയർ ഫ്രയറിൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ബ്രെഡിൻ്റെയും എഗ്ഗിൻ്റെയും റെസിപ്പി ഉണ്ട്. അത് ഞാൻ ഓൾറെഡി ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നേരെ നമ്മൾ കരാമയ്ക്ക് വിട്ടു. വീട്ടിലൊക്കെ വിളി കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കരാമയ്ക്ക് വിട്ടു. ഇക്കായ്സിൽ പോയിട്ട് നല്ല ചട്ടിച്ചോറ് കഴിച്ചു. 2-3 കടയിൽ ചോദിച്ചതിന് ശേഷമാണ് കേട്ടോ ചോറുള്ളൊരു കട കണ്ടുപിടിച്ചത്. അവിടെയാണെങ്കിൽ പൊതിച്ചോറും ചട്ടിച്ചോറും സാധാ ചോറും എല്ലാം ഉണ്ട്. അപ്പോൾ നല്ലൊരു ചട്ടിച്ചോറ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡേ ടു ഡേയിൽ ഒന്ന് കറങ്ങാൻ പോയി. കാരണം കരാമയിൽ എനിക്ക് 2 ഫ്രണ്ട്സ് ഉണ്ട്. മുന്നത്തെ ഓഫീസിൽ കൂടെ വർക്ക് ചെയ്തവരാണ്. അപ്പോൾ നാട്ടിൽ പോകുന്നതിന് മുൻപ് അവരെ കൂടി ഒന്ന് കാണണം തോന്നി. അങ്ങനെ അവരെയോട് വിളിച്ചിട്ട് വൈകിട്ട് റമദാൻ സ്ട്രീറ്റിലേക്ക് വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അതുവരെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേ ടു ഡേയിൽ പോയി കറങ്ങി അടിച്ച് നടന്നു. അത് കഴിഞ്ഞ് കരാമ സെൻറ്ററിൽ പോയി. അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അവനെയും കണ്ടു. ഫ്രണ്ട്സ് വന്നപ്പോൾ ചായയും മുട്ട ബജിയും പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് നേരെ റമദാൻ സ്ട്രീറ്റിലേക്ക് വന്നു. എൻ്റെ പൊന്നോ, വീഡിയോസിലൊക്കെ കണ്ടിട്ട് തിരക്ക് കണ്ടിട്ടേ ഉള്ളൂ. ഇവിടെ വന്നപ്പോൾ കണ്ണ് തള്ളിയ അവസ്ഥയായിരുന്നു. തൃശ്ശൂർ റൗണ്ട് കൂടെ ഒരു 2 വട്ടം പോയിട്ടുള്ള ഒരു സുഖമായിരുന്നു കേട്ടോ. കുറേ ആൾക്കാരെ കണ്ടപ്പോൾ എല്ലാവരും മലയാളീസ് ആയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പൊടി ഷേക്കൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. പക്ഷെ നമ്മളവിടെ പോയില്ല, നല്ല തിരക്കാണ്. സോ അതിന് ഓപ്പോസിറ്റ് നിന്ന് പാനിപൂരി കഴിച്ചു. ബാംഗ്ലൂരിലത്തെ അത്ര രസം ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് നാട്ടിൽ നിന്ന് കഴിക്കുന്നതായാലും കുഴപ്പമില്ല. പക്ഷേ ബാംഗ്ലൂരിലുള്ളപ്പോൾ കടലയും ഉരുളൻകിഴങ്ങും സവോളയും മല്ലിയിലൊക്കെ അതിനുള്ളിലിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഈ പാനി ഒഴിക്കുക. മൊത്തത്തിലൊരു വേറെ ടേസ്റ്റായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് കഴിച്ചത്. ഇവിടെ ഓക്കെ ആയിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ മാങ്ങയും പൈനാപ്പിളൊക്കെ ഉപ്പിലിട്ട സെക്ഷനും മുളക് പുരട്ടിയ സെക്ഷനൊക്കെ കണ്ടിട്ട് ആലോചിച്ചിട്ട് തന്നെ എരിവൊക്കെ ചെയ്ത ഒരവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ കുലുക്കി സർബത്ത് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അത് നമ്മൾ നാട്ടിൽ നിന്ന് ട്രൈ ചെയ്തതാണ്, അതുകൊണ്ട് ഇവിടെ നിന്ന് വാങ്ങിച്ചില്ല. പിന്നെ എല്ലാവർക്കും നല്ല തിരക്ക്, അത്യാവശ്യം തിരക്കുണ്ട്. പക്ഷേ കുറച്ച് നേരം അവരുടെ പെർഫോമൻസ് ഒക്കെ നോക്കി നിന്നു. കുലുക്കി സർബത്തൊക്കെ കുറേ സ്ഥലത്തുണ്ട്. പിന്നെ കൊള്ളി, കച്ചി, അങ്ങനെ കുറേ സാധനങ്ങൾ, കണ്ണൂർ കോക്ടെയിൽ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ചില ഏരിയാസിലായിട്ട് കുറേ പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. നല്ല തിരക്കായിരുന്നു. യുഎഇയിലുള്ള സകലമാന മലയാളികളും അന്ന് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയധികം മലയാളീസ് ഉണ്ടോയെന്ന്. പിന്നെ റൂട്ടിൽ വന്നിട്ട് കണ്ടിട്ടുള്ള എല്ലാ വണ്ടികളും നല്ല ഹൈ ക്ലാസ് ടോപ്പ് മോഡൽ വണ്ടികളായിരുന്നു കേട്ടോ. ഇത്രയധികം മലയാളീസ് ഇവിടെ ലക്ഷറി ആയിട്ട് ജീവിക്കുന്നുണ്ടെന്ന് ഉള്ളൊരു പ്രൗഡ് മൊമെൻറ്റും കൂടിയായിരുന്നു അവിടെ. പിന്നെ എല്ലാ ആഘോഷങ്ങളും അതുപോലെ വെൽക്കം ചെയ്യുന്നവരാണല്ലോ മലയാളികൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ടുള്ളത് വളരെ കുഞ്ഞനായിട്ടുള്ളൊരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. 2 ദഹംസ് ആയിരുന്നു പെർ പീസിന്. അപ്പോൾ അതിൽ നമ്മൾ മാംഗോൻ്റെയും ചിക്കുവിൻ്റെയും ഫ്ലേവേഴ്സ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. കുഴപ്പമുണ്ടായിരുന്നില്ല, അധികം മധുരമൊന്നുമില്ല. എന്നാൽ ആ ഫ്രൂട്ടിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് എടുക്കുന്നുണ്ട്, അങ്ങനെയായിരുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ജോബിച്ചൻ പോയിട്ട് ഒരു ബനാന പുഡിങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മധുരം വലിയ ഓവറായിട്ടില്ലായിരുന്നു. പീനട്ടും ബനാനയും കൂടിയിട്ടുള്ള മിക്സാണ് അതിലുണ്ടായിരുന്നത്. അപ്പോൾ അതും അവിടെ വെച്ച് ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചു. നമ്മൾ മലയാളികൾ പണ്ടേ പൊളിയാണല്ലേ. നമുക്ക് എവിടെ ആഘോഷങ്ങളുണ്ടെങ്കിലും നമ്മളത് മനസ്സ് തുറന്ന് സ്വീകരിക്കുന്ന ആൾക്കാരാണ്. പൂരായാലോ പെരുന്നാളായാലോ നേർച്ചയായാലോ ഒന്നും നമുക്ക് കുഴപ്പമില്ല. അതിനിടയ്ക്ക് അവിടെ നിൽക്കുമ്പോൾ ഒരു കുഞ്ഞു വണ്ടി പോകണം കണ്ടു കേട്ടോ. 2 പേർക്കേ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകമായിട്ട് തോന്നി. എല്ലാവരും അത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞു വന്നത്, ഞാൻ യുഎഇയിൽ വന്നിട്ട് പല സ്ഥലങ്ങളും കാണാൻ പോയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ കാണാൻ പോകുന്നതും എക്സ്പ്ലോർ ചെയ്യുന്നതും മലയാളീസാണ്. മറ്റേത് നാട്ടുകാരെക്കാളും ഞാൻ അവിടെ കൂടുതൽ കണ്ടിട്ടുള്ളത് മലയാളീസിനാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കുറേ ചലഞ്ചിങ് വീഡിയോസൊക്കെ ചെയ്യുന്നത് കണ്ടിരുന്നു. അങ്ങനത്തെ ആൾക്കാരെയൊന്നും നമ്മൾ കണ്ടില്ല. പിന്നെ ഇത് ചെറിയൊരു വഴിയിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തോ നടക്കുന്ന പരിപാടിയല്ല, കുറേ വഴികളിൽ നടക്കുന്നതാണ്. സോ നമ്മൾ അവിടെ ഒന്നും എത്തിപ്പെടാത്തതായിരിക്കാം. ഉച്ചയ്ക്ക് ചട്ടിച്ചോറ് തിന്നാൻ പോയതാ 1:30 നേരത്ത്. ഒരു 9:30-10 മണി വരെയും അവിടെ കറങ്ങിയടിച്ച് നടന്നിട്ട് പിന്നെ നമ്മൾ പിന്നെയും വരുന്ന വഴിക്ക് വേറെ ഏതോ മാളിൽ കയറി അവിടെ നിന്നും കുറേ പർച്ചേസൊക്കെ ചെയ്ത് ഒരു വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിച്ച് ഏകദേശം 11:15-11:30 ആയിട്ടുണ്ടായിരുന്നു തിരിച്ചെത്താൻ വേണ്ടിയിട്ട്. കൂടെ മുന്നേ വർക്ക് ചെയ്തിരുന്ന ഫ്രണ്ട്സിനെ കാണാൻ പറ്റി. അതുപോലെ തന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷം നല്ല ചട്ടിച്ചോറ് കഴിക്കാൻ പറ്റി. പിന്നെ ഈ കരാമ സെൻറ്ററൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, അവിടെ പോകാൻ പറ്റി. പിന്നെ ഈ റമദാൻ്റെ സ്ട്രീറ്റിലെ വ്യൂസും കാര്യങ്ങളൊക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിക്കാനും പറ്റി. നല്ലൊരു ഫോട്ടോ എടുത്ത് ആ തിരക്കും ട്രാഫിക്കൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ 2 പേരും സംസാരിച്ച് ഇനിയുള്ള കാര്യങ്ങളൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് മെല്ലെ അങ്ങോട്ട് പോന്നു. പക്ഷേ ഒരു അമളി പറ്റിയത് എന്താണെന്ന് വെച്ചാൽ വയറ് ഫുൾ ടാങ്ക് ആയിരുന്നു. അപ്പോഴാണ് ബീലബാൻ കണ്ടത്. അത് ശരിക്കും ഒരു മേജർ മിസ്സിങ് ആയിരുന്നു. സാരല്ലേ, അടുത്ത വട്ടം ആവട്ടെ.